നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വയനാട്. അതെ, അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഇനിയുണ്ട് ആൾക്കാർ. ആരൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ. പുലർച്ചെ 4 മണിക്ക് പോകണം. കോടമഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടിയും കൊണ്ടുപോയി വീഡിയോ എടുക്കണം, കാഴ്ചകളൊക്കെ കാണണം എന്നായിരുന്നു ഞങ്ങളുടെ വലിയ പ്ലാൻ. എന്നാൽ അതൊന്നും നടന്നില്ല, കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴേക്കും നേരം പരപരാ വെളുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, സാധനങ്ങളൊക്കെ വാരി പെറുക്കി കൂട്ടി എല്ലാത്തിനും വണ്ടിയിലിട്ടത് യാത്ര തുടർന്നു കേട്ടോ. ഇനി ഇവരൊക്കെ ആരാന്നല്ലേ, ഇവരൊക്കെ ആരാന്ന് അവരെന്നെ പറയും. ഞങ്ങൾ തന്നെ സാർ. നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. ഇവരാരൊക്കെയാണ്? അങ്ങനെ അടിവാരം കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് അവസ്ഥ, നല്ല ബ്ലോക്ക്. ആ ടൈമിലെ ഞങ്ങളുടെ വണ്ടിന്റെ മുകളിൽ ഒരു ഞങ്ങളുടെ കയ്യിലൊന്നും തിന്നാനില്ലാന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ നല്ല എസ്കേപ്പ് ആയിട്ടോ, വേറെ വണ്ടി കയറാൻ പോയതാണെന്തോ. അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഞങ്ങൾ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നോട്ടോ. അവർ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, എന്നാലും വിദൂരതയിലേക്ക് നോക്കി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ യാത്ര തുടർന്നു. 5 മിനിറ്റ് കാഴ്ച കണ്ടല്ലോ, ഇനിയിപ്പോൾ 5 മിനിറ്റ് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ വണ്ടി എടുത്ത് പോന്നു കേട്ടോ. അങ്ങനെ ഇതേ യാത്ര ഇവിടെ തുടരുന്നു. വയനാട് ചുരം കണ്ടുപിടിച്ച ആളാ. ഈ ചുരം കണ്ടുപിടിച്ചാണല്ലേ? യെസ്. അങ്ങനെ ഇതേ കരിന്തട്ടനെ കുറിച്ച് കുറച്ച് തള്ളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഈ അയാളുടെ പ്രേതപ്പുഴ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സത്യമാണെന്ന് തോന്നുന്നു, എല്ലാവരും പറയുന്നത് കേൾക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഇതേ വണ്ടി സൈഡാക്കി ചായ കുടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നേ കൊണ്ടുവന്നാൽ, പിന്നെ ചായ ആണെങ്കിൽ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിട്ടോ. എന്താ പേരൊന്നും ചോദിക്കാതെ വിത്തോ? ഒരുമയുണ്ടെങ്കിൽ അലക്കമേലും കിടക്കാമെന്ന് പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിൽ നമുക്ക് 2 കഴിക്കുക. അത്രയും വലിയ പ്ലേറ്റാന്നേ, പിന്നെ എന്തിനാണ് നമ്മൾ 4 പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു, യാത്ര തുടർന്നു കേട്ടോ. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ടാറ്റാ.